ഓക്കെ സാർ, താങ്ക് യു. പറയും സാർ, ഒരു പൊതുപ്രവർത്തകന് നിനക്കും നിന്റെ ആങ്ങളയ്ക്കൊക്കെ പുച്ഛമല്ലേ, പുച്ഛം. ഇപ്പൊ വിളിച്ചതാരാന്നറിയാമോ? ഞാനെങ്ങനെ അറിയാന്? തരകൻ സാർ. എന്തിനാ വിളിച്ചതെന്നറിയാമോ? സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ഉടനെ നടക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ജൂറിയിൽ എന്നെ തിരഞ്ഞെടുത്തു. അതെ, ക്ലിറ്റസ് മത്തായി ജൂറി അംഗം. അതിന് ക്ലീറ്റോ സീരിയലൊന്നും കാണാറില്ലല്ലോ. പിന്നെ ഇതൊക്കെ കണ്ടിട്ടല്ലേ ഇപ്പോൾ അവാർഡ് കൊടുക്കുന്നത്. ഇടി പേരിന് വേണ്ടി കുറച്ചൊക്കെ കാണും. പിന്നെ എനിക്ക് പറ്റാത്തത് അൻസാർ നടരാനും കൂടെ അവരിരുന്ന് കാണും. പിന്നെ വേറെ കുറേ ടീമുകളുണ്ട്, എല്ലാവരും കൂടെയൊക്കെ കാണും. തമാശ പറയല്ലേ ക്ലീറ്റോ? അൻസാർ നടരാജനും കണ്ടിട്ടാണോ ക്ലീറ്റോ അവാർഡ് കൊടുക്കാൻ പോണത്? അവർ കഥ പറഞ്ഞു തന്നാൽ മതിയല്ലോ എനിക്ക്, പോരെ? പിന്നല്ലാതെ. എന്നിട്ടെന്താണ് ഈ കണ്ടതിൽ ഞങ്ങൾ ടീം എല്ലാവരും കൂടെ ഇരുന്ന് കണ്ടത്. ഇന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത കുറേ പേരുകളെല്ലാം കൂടെ എഴുതും, തുണ്ടിടും. എഴുതി ചുരുട്ടി ഇങ്ങനെ ഒരു ചെറിയ കൊച്ചു കലത്തിലോ കുടത്തിലോ അങ്ങനെ ഇട്ടിട്ട് എല്ലാം കൂടെ ഇട്ട് കുലുക്കിയിട്ട് കണ്ണടച്ചിട്ട് എടുക്കും. ഒരു 5-6 തുണ്ട്. ഭാഗ്യമുള്ളവർ അതിൽ കയറും, ഇല്ലാത്തവർ പോവും. ക്ലീറ്റോ അപ്പം നല്ല സീരിയലൊക്കെ ചെയ്യുന്നതിന് അവാർഡ് കിട്ടുമോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ അവാർഡ് കൊടുത്താൽ? അതിന് എവിടെ നല്ല സീരിയൽ ഇരിക്കണം? ഒന്നും നിലവാരമില്ല. എല്ലാം ഈ പറഞ്ഞ ഒരു സ്ത്രീകളെയും കുട്ടികളെയും മോശമാക്കി ചിത്രീകരിക്കുന്നതാണ് മൊത്തത്തിലുള്ളത്. അത് പൊതുവെ അങ്ങനെ ഒരു പറച്ചിലുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് സീരിയലിന് അവാർഡ് കൊടുക്കൂലേ? മാത്രമല്ല, ഇത് എന്തെന്ന് കണ്ണീർ സീരിയൽ കരച്ചിൽ തന്നെ എപ്പോഴും. എന്താ കരയണത്? അഭിനയമല്ലേ? കരയുന്നത് കഴിവല്ലേ? അവരെപ്പോഴും കരഞ്ഞോണ്ടിരിക്കുകയല്ലേ. അവാർഡ് കിട്ടാതിരിക്കുമ്പോഴും അവരങ്ങ് കരഞ്ഞോളും. അത്രേ ഉള്ളൂ. ഇതെന്തോന്ന് ക്ലീറ്റോ ഈ പറയുന്നത്? ക്ലീറ്റോന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ അർഹതയുണ്ട് ക്ലീറ്റോ? അതൊക്കെ അവിടെ നിന്ന് പോന്നോളണം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേനും ഒരു നാടകം ഡയറക്റ്റ് ചെയ്തത് ഓർമ്മയുണ്ടോ? നിനക്കത് ഓർമ്മയുണ്ടല്ലോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നെ അതിലേക്ക് തിരഞ്ഞെടുത്ത സാറിനും അത് ഓർമ്മയുണ്ട്. സാർ ആ നാടകം കണ്ട് ആ ഒരു ഒറ്റ ഇതിന്റെ പിൻബലത്തിലാണ് എന്നെ ജൂറിയിൽ എടുത്തേക്കണം. മതി. എന്റെ ക്ലീറ്റോ, ആ നാടകം കണ്ടിരിക്കാൻ പറ്റൂലായിരുന്നു. അത്ര ബോറായിരുന്നു. എന്ത് കയ്യോ? പിന്നെ വരുന്നെങ്ങാനും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാം മനുഷ്യൻ. നോക്കിയോ, ഞാനേ ഇപ്പൊ ജൂറി മോനാണ്. ഒരു പ്രമുഖനായ ജൂറി മോൻ. നീ അങ്ങനെ വിളിക്കാവോ? ജൂറി മെമ്പർ, ജൂറി മോൻ, എന്തുകൊണ്ടെന്ന് നീ വിളിച്ചോ. കുറേ അവന്മാരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. കുറേ പൊട്ട പരിപാടിയായിട്ട് ഇങ്ങനെ TV യിൽ വരണം. എല്ലാവരും ഞാൻ പണി കൊടുക്കണം. അവന്മാരെ ഇതിലോട്ട് വരട്ടെ എൻട്രി.